ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സീസറിൻ്റെ മാത്രം ബൈക്ക് കാസ്റ്റിൻ്റെ റോഡും റീലും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ബഡ്ജറ്റിനകത്തുള്ള റീൽ ഏതാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യുക. സാധനങ്ങൾ നിലവിൽ നമ്മുടെ അവൈലബിൾ ആണ്. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് ഒരു വീഡിയോ ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കാം. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ വീഡിയോ ഫുള്ള് ചെയ്യുന്നത് സീസർ മാത്രം വെച്ചിട്ടാണ്. സീസറിൻ്റെ റീലുകൾ നിലവിൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള എല്ലാ റീലുകളും ഉണ്ട്. ഇത്രയും റീല് വെച്ചിട്ട് കേരളത്തിലൊരു ഷോപ്പുകാർ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയാം ഏതൊക്കെ റീലുണ്ടെന്ന് പറയാം. M500, ഇത് M500, M800, മെർക്കുറി, കാസ്റ്റ് എക്സ് ഇസഡ്. ഇതിൻ്റെ ഒരു മോഡലുണ്ട്, കാസ്റ്റ് എക്സ് ഉണ്ട്, ഇത് രണ്ടാമത്തെ വെർഷന്. കാസ്റ്റ് എക്സ് ഇസഡ്, അതേപോലെ സാൽമിനിസ്, കമാൻഡോ പവർ, മെഗാക്കൂട, എല്ലാ റീലും ഉണ്ട്. എല്ലാ റീലും നമ്മുടെ സ്റ്റോക്കിലും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട്. കാരണം നമ്മുടെ സീസണിൻ്റെ റീല് കുഴപ്പമില്ല കേട്ടോ, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനം ഇതാകുന്നുണ്ട്, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസ് മോഡൽ ഇതാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പല റേറ്റാണ്. ഇപ്പം നിലവിൽ 1800 വരെയുള്ള റേറ്റിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഇതിന് MRP ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ ഞാൻ MRP ഡീറ്റെയിൽസ് പറയും. കാരണം വേറെ ഒന്നുമല്ല, നിലവിൽ കേരളത്തിൽ ഈ സീസണിന് നമുക്ക് ഡീലറില്ല, എല്ലാം നോർത്തിൽ നിന്ന് വരുന്ന റീലുകളാണ്. അപ്പോൾ ഓരോ ഡീലർ നോർത്തിൽ തന്നെ പലർ ചെയ്യുമ്പോഴും പല റേറ്റിനാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പം ഞാൻ വിൽക്കേണ്ട റേറ്റിനായിരിക്കത്തില്ല എനിക്ക് കിട്ടുന്ന DPക്കും MRPക്കും ആയിരിക്കത്തില്ല വേറെ ഒരു ഷോപ്പുകാർ, കേരളത്തിലുള്ള ഒരു ഷോപ്പുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ വേറൊരാളുടെ ബിസിനസ്സിനെ അതൊരു ബാധകമായാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം അപ്രോക്സിമേറ്റ്ലി റേറ്റ് കാര്യം പറയാം. ഇത് രണ്ടും 2000 ബിലോ റേറ്റ് വരുന്ന റീലുകളാണ്. ഇത് 3000 ബിലോ വരും ഏകദേശം. ഇത് രണ്ടും 3000 ബിലോ. പിന്നെ വരുന്നത് ഈ മൂന്നെണ്ണം 4000, അപ്രോക്സിമേറ്റ്ലി 4500 അതിനകത്തൊക്കെയുള്ള റേറ്റ് ഈ 3 റീലുകൾ വരും. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതും ഈ മൂന്നെണ്ണം ഇത് പ്ലാസ്റ്റിക്കാണ്, ബോഡി പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം എല്ലാം ബേസ് മോഡൽ റീലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് മീൻ പിടുത്തമൊക്കെ നടക്കുന്ന ഒരു ചെറിയ റേറ്റിന് ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാൻ വരുന്നവർക്ക് ഒരു 3 രൂപ 300 രൂപയ്ക്കകത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ റോഡ് റീല് സാധനം എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് കാസ്റ്റ് റീലാണ്. നമുക്കിപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ലെഫ്റ്റ് സൈഡ് നിലവിൽ അവൈലബിൾ അല്ല. പിന്നെ ഇത് സീസറിൻ്റെ M800 നല്ല സ്മൂത്ത് റീലാണ്. അൾട്രാലൈറ്റ് പർപ്പസ് വരെ നമുക്കിത് ചെയ്യാം. അൾട്രാലൈറ്റ് യൂസിങ്ങിന് വരെ നമുക്കിത് യൂസ് ചെയ്യാം. കാരണം ഇത് ചെറിയ സ്പൂളാണ്, ഷാലോ സ്പൂളാണ്. ഒരു അൾട്രാലൈറ്റ് റോഡോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാവും. ഡ്രാഗ് സൗണ്ടും ഡ്രാഗ് ക്ലിക്കറും ഒക്കെ ഇതുള്ള ഒരു റീലാണ്. അപ്പം ഈ റീല് ലെഫ്റ്റും റൈറ്റും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മെർക്കുറി. പിന്നെ ഇതിൻ്റെ ഒന്നും ഇത് ഞാൻ പറയുന്നില്ല എത്ര കിലോ കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത്. ഇത് പിന്നെ ഇച്ചിരിയും കൂടെ നല്ല ഗ്രാഫൈറ്റ്, ബോഡി ഗ്രാഫൈറ്റ് കുറച്ചുകൂടെ നല്ലതാണ്, നല്ല ബോഡി ഗ്രാഫൈറ്റ്. പിന്നെ ഇതുണ്ടാവും അൾട്രാലൈറ്റ് പർപ്പസ്, അൾട്രാലൈറ്റ് ഒക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ ഇത് വെച്ചിട്ട് അൾട്രാലൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അതിന് പറ്റിയ ഒരു റീലാണ്. ഇതാണെങ്കിൽ മെർക്കുറിയുടെ റീല് കുഴപ്പമില്ല. ഇതുപോലെ വലിയ മീൻ പിടിക്കാൻ പറ്റും കേട്ടോ, നല്ല സൈസ് മീനൊക്കെ കയറുന്ന റീലാണ്. അപ്പം ഇതും എങ്ങനെ പോയാലും ഒരു 4 കിലോ 5 കിലോ ഒക്കെ നൈസായിട്ട് കയറും. പിന്നെ അൾട്രാലൈറ്റ് പർപ്പസ് ചെയ്യാം, ഷാലോ സ്പൂൾ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇത് പിന്നെ കാസ്റ്റ് എക്സ് ഇസഡ് എന്നുള്ളൊരു ഇതാണ്. ഈ കറക്കുമ്പോൾ ഈ ഒരു ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, അത് എല്ലാത്തിനും ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യമാണ് എല്ലാ റീലും ഉണ്ട്. പക്ഷേ അത് കാസ്റ്റ് ചെയ്യുമ്പം അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കാസ്റ്റ് എക്സ് ഇസഡിൻ്റെ മോഡലുണ്ട്, അതും ഡ്രാഗ് ക്ലിക്കറും കാര്യങ്ങളൊക്കെ ഉള്ള റീല് തന്നെ. ഇതൊരു 4-5 കിലോയ്ക്ക് മുകളിലൊക്കെ നമുക്ക് മീനെ കയറ്റാം എന്നുണ്ടോ. അതിന് നല്ല കിടക്കാച്ച് ഡ്രാഗ് ക്ലിക്കർ സൗണ്ടാണ്. നമ്മളിപ്പോൾ മീനൊക്കെ അടിച്ചിപ്പോൾ ഒരു ചെറിയൊരു അൾട്രാലൈറ്റ് പർപ്പസിനൊക്കെ മീൻ അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കയറ്റാം. കാരണം ഇതൊക്കെ ഷാലോ സ്പൂളാണ്. പിന്നെ ഇത് നമ്മുടെ ഇപ്പം നിലവിൽ എൻ്റെ ഇനിയിപ്പോൾ 1-2 പീസ് കൂടെ ഓർഡർ വരുന്നത്, ഒരു 10 പീസ് ഇറക്കിയതാണ്. വന്നിട്ട് 2 ദിവസം ആയതുകൊണ്ട് 10 പീസ് ഇറക്കി. ഇനിയിപ്പോൾ 2-3 പീസ് കൂടെ ഉള്ളൂ, സാൽമിനസ്, ബാക്കിയെല്ലാം തീർന്നു. അപ്പം ഇതാണെങ്കിൽ ഇച്ചിരി ഡീപ്പ് സ്പൂളൊക്കെയുള്ള നല്ല റീലാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ഫുള്ളി കാർബൺ ആണ് വരുന്നത്, ഫുള്ളി കാർബൺ. അതേപോലെ ബോഡി വരുന്നത് ഫുൾ മെറ്റൽ ബോഡിയാണ്, മെറ്റൽ ബോഡി കാര്യങ്ങളാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പവർ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഓടിയത്തൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പവർ കൊടുത്ത് കളിക്കാൻ പറ്റുന്ന റീലുകളാണ്. പിന്നെ
ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 8 കിലോ 9 കിലോ ഒക്കെയുള്ള മീനെ കയറ്റാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ കമാൻഡോ പവർ ഷാലോ സ്പൂളാണ്, ചെറിയ റീലാണ്, ഇത്രയേ ഉള്ളൂ, കുഞ്ഞു റീലാണ്, നല്ല സ്മൂത്ത് റീലാണ്. ഇതേപോലെ ഡ്രാഗ് ക്ലിക്കറും കാര്യങ്ങളൊക്കെ നല്ല കിടില സൗണ്ടാണ്. ഇത് അൾട്രാലൈറ്റ് പർപ്പസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഹെവി മീൻ കയറും, ലൈറ്റും കയറും. എങ്ങനെ ഒരു 8 കിലോ 7 കിലോ ഒക്കെ ഇതിനകത്ത് പവർ കയറുന്ന നല്ല അടിപൊളി റീലാണ്. ഇത് ഫുൾ ബോഡി മെറ്റലാണ്. ഈ വരുന്ന ബോഡി പാർട്ട് ഫുള്ള് മെറ്റലാണ് വരുന്നത്. ബാക്കിയെല്ലാം സ്മൂത്ത്നെസ് ബെയറിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെയാണ്. കാരണം ഇത് ഭയങ്കര സ്മൂത്താണ്. ഈ റീൽ എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത് പോലും നമുക്കറിയാം, അത്ര സ്മൂത്ത് റീലാണ് കമാൻഡോ പവർ. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മെഗാക്കൂട ഇച്ചിരി ഹെവി സെറ്റപ്പാണ്. ഹെവി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പവർ കൊടുത്തിപ്പോൾ ഒരു കാളാഞ്ചി പരിപാടിക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ റീലാണ്. ഏകദേശം ഒരു 150 മീറ്ററിനടുത്ത് നൂല് കയറുന്ന അടിപൊളി ഒരു റീലാണ്. അപ്പം ഇത് ഫുൾ ബോഡി, ഇതിൻ്റെ ബോഡി പീസ് ഫുള്ള് മെറ്റലാണ് വരുന്നത്. നല്ല സ്ട്രോങ് സാധനമാണ്. ഇതിനകത്ത് കമ്പനി കൊടുത്തേക്കുന്ന 15 കിലോ ഡ്രാഗ് കപ്പാസിറ്റിക്കാണ്. പിടിക്കാതിരിക്കും. മെഗാക്കൂട നമുക്ക് ഈ പറഞ്ഞതിലൂട്ട് എന്നുവെച്ചാൽ ഡ്രാഗ് കൊടുത്ത് കയറ്റുന്ന ടൈപ്പ് മീനുകളുണ്ടല്ലോ, അതിനൊക്കെ കയറ്റാൻ പറ്റുന്ന റീല് തന്നെ. പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് എടുക്കുന്ന ഏത് റീലും കംപ്ലൈൻറ്റ് നിങ്ങൾ പേടിക്കേണ്ട. 6 മാസം ഫ്രീ സർവീസാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്പെയർ ഞാൻ എവിടുന്നേലുമൊക്കെ കുത്തിപ്പറിക്കാറുള്ളത് നിങ്ങൾക്ക് പണി തരും. 6 മാസത്തിൻ്റെ ഇടയിലുള്ള 100% നമ്മൾ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ വാറണ്ടി, 6 മാസത്തെ വാറണ്ടി നമ്മുടെ കടയിൽ നിന്ന് എടുക്കുന്ന എല്ലാ സെറ്റിനും ഉണ്ടാവും. പിന്നെ സീസറിൻ്റെ 2 റോഡുകളൂടെ പരിചയപ്പെടുത്താം. ഇത് സീസറിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന റോഡ് കണ്ടോ, നല്ല ലൈറ്റ് റോഡാണ്, നല്ല ഗ്രാഫൈറ്റ്, ബോഡി ഗ്രാഫൈറ്റ് ആണ്, നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന നല്ല അടിപൊളി റോഡാണ് സീസറിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു കളറിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇടിവെട്ട് സാധനം വേറെ എന്ന് പറയുന്നത് റാപ്റ്റർ എന്ന് പറയാം. ഇതിൻ്റെ ഈ ബോഡിയുടെ ഈ സൗണ്ട് നോക്കണം, ഈ അടിക്കുന്ന സൗണ്ട് ഉണ്ടാവും, അതിൻ്റെ കാർബണിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ആ ഒരു സൗണ്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി എന്ന് വെച്ചാൽ കയ്യിൽ ഇരുന്നാൽ അറിയത്തില്ല, അത്രയ്ക്ക് ലൈറ്റ് വേണം, അതുപോലെ പവർഫുള്ളുമാണ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു റോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് 3000 പ്ലസും ഇത് 2000 ബിലോയുമാണ് റേറ്റ്. അപ്പം ഈ 2 റോഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം സീസറിൻ്റെ ടോട്ടൽ സ്റ്റോക്കാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏകദേശം ഇത്രയും മോഡൽ, ഇതെന്ന് പറഞ്ഞാൽ 3, 2, 5, 7 മോഡൽ റീല് നമ്മുടെ കയ്യിലുണ്ട്, 2 മോഡൽ റോഡുണ്ട്. ഇത് വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വാറണ്ടി സ്കീം, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ വേണം ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പഴയ റോഡോ റീലോ അല്ലെ ആക്രി സാധനം പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിൽ പോലും എടുത്തുകൊണ്ട് പോകാം, നമുക്കത് എക്സ്ചേഞ്ച് ചെയ്ത് തരാം. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പൈസ അതൊന്ന് പുതിയ റോഡും റീലും നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകാം. അതേപോലെ തന്നെ 6 മാസത്തെ വാറണ്ടി, നമ്മുടെ കടയിൽ നിന്ന് എടുക്കുന്ന എല്ലാ റോഡും റീലും 6 മാസം വാറണ്ടി, സർവീസ് വാറണ്ടി ഇട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം പർച്ചേസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് നമ്മുടെ അടുത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.